കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ച പേരുകൾ തള്ളി ഗവർണർ. പകരം പുതിയ പേരുകൾ ഗവർണർ നിർദ്ദേശിച്ചു. RSS കോൺഗ്രസ് നേതാക്കളെയാണ് ഗവർണർ നിർദ്ദേശിച്ചതെന്ന് SFI ആരോപിച്ചു. കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് സിൻഡിക്കേറ്റ് നാമനിർദ്ദേശം ചെയ്ത 14 പേരുകളിൽ 12 പേരുകൾ ഗവർണർ തള്ളി. ഗതാഗത ടി പത്മനാഭനും ഗവേഷക വിദ്യാർത്ഥി ആയിഷ ഫിദയും മാത്രമാണ് സിൻഡിക്കേറ്റ് പട്ടികയിൽ നിലനിർത്തിയത്. പകരം ഗവർണർ കൂട്ടിച്ചേർത്തത് RSS കോൺഗ്രസ് നേതാക്കളെയാണെന്നാണ് SFI ആരോപിക്കുന്നത്. മാനദണ്ഡം മറികടന്ന ഹൈസ്കൂൾ മാസ്റ്ററുടെ വിഭാഗത്തിൽ ഗവർണർ LP സ്കൂൾ ഹെഡ് മാസ്റ്ററെ ശുപാർശ ചെയ്തതായും SFI ആരോപിക്കുന്നു. 48ഓളം ആൾക്കാരുടെ ലിസ്റ്റാണ് സർവകലാശാല കൊടുത്തത്. തിരിച്ച് മറുപടിയായിട്ട് ഗവർണർ നൽകിയിട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തീർത്തും വളരെ കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് സംഘപരിവാർ ഗവർണറും കോൺഗ്രസും തമ്മിലുണ്ടായിട്ടുള്ള വലിയ കൂട്ടുകെട്ടായിട്ട് ഈ ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഗവർണർ ശുപാർശ ചെയ്തവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെനറ്റ് യോഗം ചേരാൻ അനുവദിക്കില്ലെന്നാണ് SFI നിലപാട്. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനും SFI തീരുമാനിച്ചിട്ടുണ്ട്. ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ, കണ്ണൂർ.